കൃഷ്ണ ഗുരുവായൂരപ്പ പാർത്ഥസാരഥി, ഈ കലികാലം തീരും മുമ്പേ എന്നെ അങ്ങോട്ട് വിളിക്കില്ലേ എന്റെ ഗുരുവായൂരപ്പ? വിളി കേൾക്കണുണ്ടാവോ? ഉണ്ടാവില്ല മുത്തശ്ശി, ഗുരുവായൂർ ഇവിടുന്ന് കൊറേ ദൂരത്തല്ലേ. മിണ്ടാതിരിക്കടാ, കണി കാണും നേരം കമല. മുത്തശ്ശി കഞ്ഞി വിളമ്പിട്ടുണ്ട്. നല്ല കുട്ടി, ഇപ്പൊ വരാട്ടോ. നീ അതിൽ ഇച്ചിരി നെയ്യും കൂടി ഇട്ടു. മുത്തച്ഛിക്ക് നെയ്യ് ഇഷ്ടാണെന്ന് മോൾക്ക് അറിഞ്ഞൂടെ കുട്ടിയെ? എന്റെ ഇല്ലിക്കാട്ട് ഭഗവതി, ഇങ്ങനെ എത്ര കാലാ കഴിയാവോ? എന്റെ ചീട്ടൊന്നും അവിടേക്ക് എത്തിയില്ലാവോ? നീ എന്താ ചിരിക്കണ വേലായും കുട്ടിയെ? ഒന്നുമില്ല മുത്തശ്ശി, ഓരോരുത്തരുടെ അതിമോഹം കണ്ടപ്പോ ചിരിച്ചു പോയതാ. മരിക്കാൻ പറയണ്ട അതിമോഹം, അതൊരു മോഹഭംഗല്ലടാ മോനെ. പറയുന്നതിന്റെ അർത്ഥം നേരാമണ്ണം മനസ്സിലാക്കാത്ത നീയൊക്കെ എങ്ങനെയാടാ മലയാളം പഠിപ്പിക്കുന്നത്? നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരീതി നടുവിൽ ഞാൻ, ഈ നരകത്തീ തന്നെ കരകയറ്റിയിടണം തിരുവൈക്കം വാഴും ശിവശംഭോ. അല്ല, ഞാനിതെന്തായി പാടണേ? നരകോ? വയസ്സുകാലത്ത് നെയ്യും കൂട്ടി കഞ്ഞി കുടിക്കാൻ കിട്ടണ ഈ സ്ഥലം സ്വർഗല്ലാതെ നരക? ഈ സ്വർഗത്തീ തന്നെ കരകയറ്റിയിടല്ലേ തിരുവൈക്കം വാഴും ശിവശംഭോ. വേല ഇത് കുട്ടിയെ, ഈ സ്വർഗത്തിലേക്ക് ആരോ കടന്നു വരുന്നുണ്ടല്ലോ. ആണായാലും പെണ്ണായാലും പേരുദോഷക്കേട് കേൾപ്പിച്ച ഒരുപോലെയാ. വേലാൻകുട്ടി, നീ ഇങ്ങനെ ഒരു പമ്പര വിഡ്ഢിയായി പോയല്ലോടാ. അവനൊരു പുതിയ കണ്ടുപിടുത്തം പറയുന്ന പോലെ. നാണുകൂട്ടാ, ചാരായം കുടിച്ചിട്ടുണ്ടെങ്കിൽ വെറുമാക്ക് പറയാതെ വായല് വിരലിട്ട് അത് മുഴുവൻ ഛർദിച്ചു കള. എന്നിട്ട് മകനോടായാലും സുബോധത്തോടു കൂടി സംസാരിക്കും. നാണു സ്വഭാവത്തിൽ തന്നെയാ. അമ്മായിയമ്മ മിണ്ടി പോരുത്. പരമേശ്വര, ഞാൻ നേരത്തെ പറഞ്ഞതങ്ങ് മാച്ചു കളഞ്ഞേര്. ഈ നരകത്തീ തന്നെ കരകയറ്റിയിടണം തിരുവൈക്കം വാഴും ശിവശംഭോ. കാര്യം എനിക്ക് നിന്നെ അമ്മണിക്കുട്ടിയും വലിയ ഇഷ്ടാ. എന്നാലും നാണക്കേട് അത്യാവശ്യം എനിക്കുണ്ട്. ആ ചെറ്റയ്ക്ക് നിന്നെ വേണ്ടാന്ന് വെച്ചാലും പിന്നെയും പിന്നെ നീ എന്തിനാടാ അവിടെ പിറകെ പോകുന്നത്? ഈശ്വര, ഓരോന്ന് കേട്ട് കേട്ട് ഇവിടെ മനുഷ്യന് മനസമാധാനം ഇല്ലാണ്ടായി. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, അമ്മണി എന്റേതാ. അതും പറഞ്ഞ എന്നെ അവള് നിങ്ങളെല്ലാരും കൂടി വളർത്തിയത്. ഞങ്ങൾ ആ വാക്ക് വിശ്വസിക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞ മനപ്പാടാക്കി. വെള്ളത്തണ്ട് ചായച്ച് എഴുതിയത് എത്ര മാച്ച് കളയാൻ 1ാം ക്ലാസ്സിലെ സ്ലേറ്റ് ഒന്നുമല്ല ഞങ്ങളുടെ മനസ്സ്. അത് നീ പറഞ്ഞ നേരെ. ഹൃദയം വേറെ, സ്ലേറ്റ് വേറെ. അച്ഛൻ എന്നെ വഴക്ക് പറയുന്നതിന് പകരം ഈ കുടിയൊന്ന് നിർത്തിക്കൂടെ? ഇത് നിർത്തിയാൽ തന്നെ ചീത്തപ്പേര് കുറെ കുറഞ്ഞു കിട്ടും. നാളെ ഒരൊറ്റ ദിവസം കൂടെ കുടിച്ചിട്ട് നിർത്തിയേക്കാം. നായയുടെ വാല് 12 കാലം കുഴലിലിട്ടാലും അത് വളഞ്ഞെന്നെ ഇരിക്കും. അല്ലേ നാണുകൂട്ടാ? നായയുടെ സമ്മതം ഇല്ലാതെ അതിന്റെ വാലെടുത്ത് കൊള്ളിടാ നിങ്ങളോട് ആരാ പറഞ്ഞേ? നാളെ വിലാസിനൊക്കെ ഒരു ആലോചനയുമായിട്ട് ആരെങ്കിലും വന്നാ അവരോട് അച്ഛൻ ഇത് തന്നെ പറ. അച്ഛന്റെ പ്രതാപം കൊണ്ട് നമസ്കരിച്ച് അവളെയും കൂട്ടി അവരെങ്ങ് പൊക്കോളും. എടുത്തണ്ട, ആർക്കായാലും ഇച്ചിരി വെളിച്ചം തലേ കയറിക്കോട്ടെ. കാത്തു നിന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞില്ലേ? എന്റെ ഈ തൽക്കാലം പണമില്ലെന്നാണോ? മുഴുവനും വേണ്ട, 1 മാസത്തെ ശമ്പളങ്ങളും തരണം. ആവശ്യമുണ്ട്, അതുകൊണ്ടാ. ദേ, ഉള്ളത് തന്നെ എന്റെ വകയിലൊരു പെങ്ങൾക്ക് വീട് വെക്കാൻ വായ്പ കൊടുത്തു. അവളൊന്ന് പച്ച പിടിച്ചോട്ടെന്ന് കരുതി. അതാ പ്രശ്നമായത്. താൻ മറ്റുള്ളവരെ പച്ചപിടിപ്പിക്കാൻ നടന്നോ? ജോലി ചെയ്ത ശമ്പളമാ ചോദിക്കുന്നത്. പണം കിട്ടാതെ ഞാൻ പോകില്ല. എന്നാ ഒരു കൊടിയും പിടിച്ച് അവിടെ ഇരുന്നോ. നാണു ഈ ലോകത്ത് ഒറ്റയ്ക്കാണെന്ന് ഒരു കുറിയവർക്കും വിചാരിക്കണ്ട. കുഞ്ഞപ്പ പിടിച്ചോ. 4 മാസത്തെ ശമ്പളം ബാക്കിയുള്ളോ ചോദിച്ചപ്പോ നിങ്ങൾ എന്റെ അച്ഛനോട് കൊടി പിടിക്കാൻ പറഞ്ഞു അല്ലേ? അച്ഛൻ കൊടിക്ക് പകരം വടിയാ എന്റെ തന്നയച്ച്. പറയണോ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അടിച്ച് നിരപ്പാക്ക് വേലായത് കുട്ടി. ഈ കാര്യത്തിൽ ഒരു ദൈവസഹായം ഉണ്ടാവില്ല. ചാമ്പിക്കോ. എന്റെ പൊന്നു വേലാൻകുട്ടി എന്നോട് ക്ഷമിക്കണം, എന്നോട് മാപ്പാക്കണം.
അച്ഛനെ നിന്ദിക്കണമെന്ന് കരുതിയല്ല. ആ കാശെല്ലാം കൂടെ കൂട്ടി വെച്ച് മകന്റെ കൈ തരാമെന്ന് കരുതിയ. അച്ഛന്റെ കൈ കൊടുത്ത് അതൊക്കെ കള്ളു കുടിച്ച് നശിപ്പിക്കും മോനെ. എന്നാൽ നേരത്തെ പറഞ്ഞുകൂടായിരുന്നു? അതിന് നിലത്ത് നിർത്തിയിട്ട് വേണ്ടേ? വർക്ക്ഷോപ്പിൽ കയറി ചെന്ന് കുറിവർക്കിട്ട് 2 പൂശിയെന്നാ കേട്ടത്. വർക്കി ആകെ പേടിച്ചിരിക്കുക. ഏതായാലും അത് നന്നായി. അവനെ ഒന്ന് വളഞ്ഞു പിടിക്കാൻ ഞാനൊരു വഴി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഞാൻ ഏറ്റെടുത്തു. ഈ നാട്ടില് കുറച്ചാളെങ്കിലും എന്റെ ഭാഗത്ത് എനിക്കും വേണം. അങ്ങനെ ഞാനില്ലേ? അയ്യടാ, ആസനത്തിലൊരു കോലും കയറ്റി വെള്ളരിക്കാ കണ്ടത്തി കൊണ്ട് നാട്ടിയാലേ കാക്ക വരെ പേടിക്കില്ല. പിന്നെ വേലായുധം കുട്ടി ഒരു മന്ദൻ. സംഭവം ഞാൻ അറിഞ്ഞു. നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുത്താൽ എന്താ വർക്ക്? എന്തിന്? വർക്കിയെ പോലൊരു മാന്യന് മാനമായിട്ട് വർക്ക്ഷോപ്പ് നടത്താൻ പറ്റില്ല എന്ന് വെച്ചാ അഹമ്മദില്ലേ അവൻ കാണിച്ചത്? നാലാളറിയിട്ട് അവൻ മഹാ തെമ്മാടിയാണെന്ന്. എന്താ വാസു? അറിയട്ടെ. ഞാനുണ്ടോ തന്റെ കൂടെ? മേനെന്താ തലയ്ക്ക് വട്ടുണ്ടോ? അവൻ നല്ല ഉശിരുള്ള ചെറുപ്പക്കാരനാ. ആ ചെത്തുകാരനെയും കുട്ടിയുള്ള അവന്റെ ആ വരവ് കണ്ടപ്പോ തന്നെ എനിക്ക് അവനോട് ബഹുമാനം തോന്നി. ഉള്ള അനുഭവം വെച്ച് ഞാനൊരു കാര്യം പറയാം. അവനോട് ഇടയാൻ നിൽക്കണ്ട. തൻ്റെ മോളെ അവൻ ഉള്ളം കൈയിലാക്കി കീസയിലിട്ടുകൊണ്ട് പോകും. എതിർക്കാൻ നിന്നാൽ നല്ല അസലടിയും കൊള്ളും. തനിക്കൊരു അപകടം ഉണ്ടായിന്ന് അറിഞ്ഞ് ഓടിയെത്തി എന്നെ താൻ അപമാനിക്കുക? അയ്യോ, വർക്കിയുടെ കാര്യം വർക്കി നോക്കിക്കോളാം. ഞാൻ ഈ മീശ ചേർത്തൊന്നും തന്നല്ലോ. ആ ഇതിലും ഭേദം അവൻ അങ്ങനെ ഇട്ട് 2 തരുന്നതായിരുന്നു. ഒരു നക്കാപ്പിച്ച വർക്ക്ഷോപ്പ് നടത്തുന്ന തീപ്പെട്ടിക്കൊള്ളിയോളം പോന്ന ആ കുറിയ മാപ്പിള കളരിക്കൽ ശങ്കരൻകുട്ടി മേനോൻ അവറുകളെ ഒന്നിരുത്തി. അങ്ങനെ ഒരുത്തൻ ഇരുത്തിയാൽ ഇരുന്ന് കൊടുക്കുന്ന ആളല്ല എന്റെ അങ്ങന്ന്. അതവനറിയില്ല. അവനറിയില്ല അല്ലേ? അവനെ ഞാൻ ഇവിടെ വരുത്തും. നീ നോക്കിക്കോ, ഞാനൊരു കാറ് വാങ്ങും. അതേടാ, ഒരു കാറ് വന്നു എന്നറിഞ്ഞാൽ ഏത് വർക്ക്ഷോപ്പുകാരനും ഈ പഠിക്ക് വരും. ഈ വർക്കി പറന്നു വരും. ഒരു മുതലാളി, നമുക്കൊരു ബെൻസ് തന്നെ മേടിക്കാം. ബെൻസിന് ഇപ്പൊ എന്ത് വരും? ബെൻസിന് ഇപ്പോ എന്ത് വരും? അല്ല, നമുക്ക് കുഞ്ഞാപ്പനോട് ചോദിക്കാം. അല്ല ദേ, രണ്ടാമൊന്ന് ചിന്തിക്കണ്ട, ഉറപ്പിച്ചോ. 8 ഉറുപ്പിക്ക് മോറീസ് പോട്ട് അതിന്റെ ടയറ് പോലും കിട്ടില്ല. മുജമ്മ സുഹൃത്തെന്ന് കരുതിയാ മതി. നാളെയോ മറ്റന്നാളോ അമ്മിണിക്കുട്ടിക്ക് ഒരു ആലോചന വരുമ്പോ ഇവൻ മുറ്റത്തങ്ങനെ കിടക്കണം. അതൊരു അന്തസ്സല്ലേ? എന്റെ കമ്മീഷനാ പിന്നെ വന്ന് മേടിച്ചോളാം. സംഗതി ഏറ്റെന്ന് പറ. ഏറ്റു. ഏഴ് ഞാൻ സംഗതി ഉറപ്പിച്ചിട്ടുണ്ട്. ആ പിന്നെ ലോറി കയറി കൊട്ടയിൽ വാരിക്കൊടുന്ന വണ്ടിയാന്ന് മൂപ്പർക്ക് മനസ്സിലായിട്ടുണ്ട്. ആ, അഡ്വാൻസ് മേടിച്ചോ. നർസ് ബുക്ക് ഇതാ. എന്റെ കമ്മീഷൻ അവിടെ വന്ന് മേടിച്ചോളാം. വേഗം സ്ഥലം വിട്ടോ. ശരിയാ സ്ഥലം വിട്ടോ. സംഗതി എല്ലാം ഭംഗിയായിട്ടുണ്ട്. ആർസ് ബുക്ക് പിടിച്ചോളൂ. 2 കൈകൊണ്ടും തരൂ. ഇതാ. ഭഗവാനെ. വാസു, ആ വണ്ടി ഒന്ന് തിരിച്ചിട്ടെ. ആ ഓണം തിരിക്കി, 4 ആള് കേക്കട്ടെ. ശരി. അയച്ചോ? എന്താ അവന്റെ ഒരു കണ്ടീഷൻ? പോണ പോക്ക് കണ്ടില്ലേ? ശരം വിട്ട മാതിരി. ശങ്കരൻകുട്ടി മേനോൻ ഒരു കാര്യം വിചാരിച്ചാൽ അത് നടത്തും. എന്തൊരു ശബ്ദം കേട്ടത്? ഞാനും കേട്ടില്ലോ. കേട്ടുവോ? ചതിച്ചു. അങ്ങനെ വണ്ടി ഇടിച്ചു. ഇത്രയും കാലം ഇതിൽ നടന്നിട്ടും അങ്ങനെ ഒരു മരം അവിടെ നിൽക്കണേ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ തല്ലരുത്. ഭാസ്കര, ശരിക്കും ആ കടക്കവേ മണ്ണ്. ആ കുട്ടപ്പ, അതിന്റെ പുറയിലുള്ള എല്ലാത്തിനും നോക്കണം കേട്ടോ. നിന്നെ അയക്കാത്തതിന് അമ്മ ഇന്നലെ എന്നോട് പരാതി പറഞ്ഞു. സാരില്ലാന്ന് ഞാനും പറഞ്ഞു. പഠിച്ചിട്ട് ഇപ്പൊ എന്താ കിട്ടുക? ഡിഗ്രി കിട്ടും, അത്രയല്ലേ ഉള്ളൂ. എന്തായാലും എനിക്ക് പ്രൈവറ്റായി പരീക്ഷ എഴുതണം. ഞാൻ പാസ്സാവും. വേലായുധം കുട്ടിയേട്ടൻ ക്ലാസ് എടുക്കുന്ന പ്രശ്നത്തിലല്ലേ അച്ഛനോട് അവിടെ പോണ്ടെന്ന് പറഞ്ഞത്? കുട്ടിയേട്ടൻ ആ ജോലി വേണ്ടാന്ന് വെച്ചു. എന്ന് വെച്ച് നീ രണ്ടാമത് ഇനി അവിടെ പോയി ചേർന്ന അവൻ ഇനിയും തിരിച്ചു വരില്ലെന്ന് ആര് കണ്ടു? അച്ഛൻ അത്രയ്ക്ക് വിഷമാണെങ്കിൽ ഇനി ഞാൻ അവിടെ പോകുന്നില്ല. എനിക്ക് നല്ല വിഷമമുണ്ട്.
മേന്നെ 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 എന്താ? അമ്മണിക്കുട്ടി ഒന്നായിട്ട് മാറിക്കോളൂ. ഒരു സ്വകാര്യം പറയാനാ. ആ ഒത്താലൊത്തു അമ്മണിക്കുട്ടിക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട്. ഡോക്ടറാ. എവിടെന്നാ? വടക്കാഞ്ചേരിന്നാ. എസ്റ്റേറ്റ്, അതും റബ്ബർ. ചെക്കൻ MRCP ഡോക്ടർ, അതും ന്യൂയോർക്കില്. എന്റെ അമ്മൂ. എന്നിട്ട് കുട്ടിയേട്ടാ, നടക്കുന്ന കാര്യം വല്ലതാണോ കുഞ്ഞപ്പൂ? നടക്കും. അമ്മണിക്കുട്ടി സമ്മതിച്ചാൽ നടത്തുന്ന കാര്യം ഞാൻ ഏറ്റു. സമ്മതിപ്പിക്കുന്ന കാര്യം ഞാനും ഏറ്റു. അമ്മാവന്റെ കണ്ണ് വെട്ടിക്കാൻ ഞാൻ നോക്കിയിട്ട് വേറെ ഒരു മാർഗവുമില്ല. എങ്ങനെയുണ്ട്? തെയ്യം കിട്ടിയ പോലെയുണ്ട്. ജീവിതം തന്നെ ഒരു തെയ്യം കളിയല്ലേ? അറിയില്ല. നമുക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ? ഈ കോലത്തിലാ ഓടിയിട്ട് ഒരു കാര്യമില്ല. ഓട്ടത്തിന് ഞാൻ പണ്ടേ മോശ. പിന്നെ എത്ര കാലം ഇങ്ങനെ? വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു രക്ഷയില്ലെങ്കിൽ ഞാൻ വിളിക്കുമ്പോൾ നീ ഇറങ്ങി വന്നാ മതി. ചെക്കന് കാരണവന്മാര് മൂന്നും അമ്മണിയെ കാണാൻ നാളെ വരും. വരട്ടെ. അവർക്ക് ബോധിച്ചാ ചെക്കൻ വരും. വരട്ടെ. ഇങ്ങനെ വരട്ടെ വരട്ടെ പറഞ്ഞിട്ട് കാര്യമില്ല. മേനോന് ആന ഉണ്ടെന്ന് ഞാൻ അവരോട് തട്ട് കെട്ടി. അതിനിപ്പോ എന്ത് ചെയ്യും? അതൊന്നും തൊട്ട് നാശാക്കണ്ട. കഷ്ടപ്പെട്ട് കുത്തി നിർത്തിയതാ. ഇല്ല അച്ഛാ. വാസു, നീ മനക്ക് ചെന്ന് തിരുമേനിയുടെ ആനയെ തളയ്ക്കുന്ന ചങ്ങല ഒന്ന് വായ്പ തരാൻ പറയണം. ഒരു 5-6 ഊരിലൊന്ന് ആനപ്പിണ്ടോ ആയിക്കോട്ടെ. അത് വളരെ നല്ലതാ നല്ലതാ. ചങ്ങല ഉണ്ടെന്ന് മുറ്റത്തുള്ള മരത്തടി കെട്ടണം. പിന്നെ ഈ പിണ്ടം കൊണ്ടിട്ടിട്ട് ഒരു ആനച്ചൂര് ഉണ്ടാക്കണത് നല്ലതാ. അതേ വളരെ നല്ലതാ. അപ്പൊ പിന്നെ നീ ആ പണിക്കാണ്ട് പൊക്കോട്ടെ. പിണ്ടോ ഞങ്ങല്, പിണ്ടോ ഞങ്ങല്, പിണ്ടോ ഞങ്ങല്, പിണ്ടോ ഞങ്ങല്. കുഞ്ഞാപ്പുഴ